ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 285 ഇല്ലസ്ട്രേഷൻ 17 ആണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ്. രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും മറ്റൊന്ന് റിട്ടേൺ ഓൺ നെറ്റ് വർത്തും. രണ്ടും നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 5 lakh, റിസർവ്സ് 1,50,000. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ഈ നമ്മുടെ നെറ്റ് വർത്ത് കാണുന്നു. അടുത്ത 10% ഡിബഞ്ചേഴ്സ് ഉണ്ട്, കടം വാങ്ങിയിട്ടുണ്ട് 3 lakh. കറണ്ട് ലയബിലിറ്റീസ് 2,50,000. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 4 lakh. റേറ്റ് ഓഫ് ടാക്സ് 40%. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ചെറിയൊരു വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ആദ്യം, റേഷ്യോ ആണ് ആദ്യം കാണേണ്ടത്. ഇതിലാദ്യം തന്നെ ഞാൻ പറയട്ടെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ്. അതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടൈം ബോറോയിങ്സ്. ഒന്നുകൂടി പറയാം, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സർപ്ലസസ് പ്ലസ് ലോങ് ടൈം ബോറോയിങ്സ്, ഇത് എല്ലാം കൂടി കൂട്ടുക. ഇനി ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റോ നോൺ ബിസിനസ് അസറ്റോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര ശതമാനം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നറിയാനുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഈ ക്വസ്റ്റ്യനിലല്ല, ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നമ്മൾ എന്തൊക്കെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എടുക്കണം, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് കേട്ടോ, ഇക്വിറ്റി ക്യാപിറ്റൽ എടുക്കണം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എടുക്കണം, റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുക്കണം, പിന്നെ നമ്മുടെ ലോങ് ടൈം ബോറോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കണം. ഇനി ഇത്രയും ഐറ്റംസ് എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. നമ്മുടെ ബിസിനസ്സേതര അസറ്റ്, അതായത് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിന് മാത്രം ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരികയെന്ന് നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് വരുന്ന ഇക്വിറ്റി ക്യാപിറ്റൽ വരും, റിസർവ്സ് വരും, ഡിബഞ്ചേഴ്സ് വരും, വേറൊന്നും വരില്ല. അപ്പോൾ ആദ്യത്തെ 3 ഐറ്റം എന്ന് പറയുമ്പോൾ 5 ലക്ഷം പ്ലസ് 1,50, അപ്പോൾ 6,50 പ്ലസ് 3, അപ്പോൾ 9,50,000 നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടാമെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൂട്ടണം. ഇവിടെ ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്, ടാക്സ് കുറച്ചിട്ടില്ല, ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്. പ്ലസ് നമുക്കൊരു ഐറ്റം നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നൊരു ഐറ്റം ഉണ്ട്. നമുക്ക് എന്തായാലും എക്സ്പെൻസ് വരുന്നൊരു ഐറ്റം ഉണ്ട്. ഇതിൽ പറഞ്ഞിട്ടില്ല, അതായത് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 10% ഡിബഞ്ചേഴ്സ് 3 ലക്ഷമാണ്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മളെന്തായാലും ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും കൊടുത്തിരിക്കണം, അല്ലേ? അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 30,000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ കൊടുക്കുന്നതിന് മുൻപുള്ള എമൗണ്ടാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കുട്ടികൾ ശ്രദ്ധിക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യന് മാത്രമായിട്ടാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്, കുട്ടികൾ ശ്രദ്ധിക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു PBT. എന്താ PBT? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പ്ലസ് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഞാനിവിടെ വീണ്ടും എഴുതാം. PBT എന്ന് പറയുന്നത് 4 ലക്ഷമാണ്, 4 lakh പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എല്ലാവർക്കും അറിയാം, 3 ലക്ഷത്തിൻ്റെ 10% 30,000 രൂപയാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് ആർക്കെങ്കിലും അറിയില്ലെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാനിവിടെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് 3 ലാഖിൻ്റെ
10%. ദാറ്റ് ഈസ് എത്രയാണ്? 30,000. ദെൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 4,30,000. ഇനി നമ്മുടെ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇത് ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താണ്? ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് പ്ലസ് ലോങ് ടൈം ബോറോയിങ്സ്. നമുക്കിവിടെ എന്തെന്നെ പറയാം? പ്ലസ് ഡിബഞ്ചേഴ്സ് തന്നെ പറയാം. ഡിബഞ്ചേഴ്സ് തന്നെ പറയാം. ക്യാപിറ്റൽ എത്ര? 5 ലക്ഷം. അപ്പോൾ ഇവിടെ 5 lakh പ്ലസ് 1,50,000. ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 3 lakh. 5 3 8 9 950. ഇനി റേഷ്യോയിലേക്ക് വരാം. ഇതാണ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 4,30,000 അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 4,30,000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് 9,50,000 ഹോൾ ഇൻറ്റു 100. റേഷ്യോ എത്രയാണ് നോക്കാം നമുക്ക്. 45.26. 45% 26%. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ സാധാരണ കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുമ്പോൾ തെറ്റിക്കും. സ്ഥിരം കണ്ടുവരുന്നൊരു പ്രവണതയാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സോ ആഫ്റ്റർ ടാക്സോ അവർക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പ്രത്യേകിച്ച് എടുത്തു പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുകളയും. അപ്പോൾ സാധാരണ കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഈ 4 ലക്ഷം ആണ് എന്തായിട്ട് എടുക്കുക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു കുട്ടികൾ ശ്രദ്ധിക്കണം. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, ശ്രദ്ധിക്കുക. പക്ഷേ അതിൽ ഇത്തരം എക്സ്പെൻസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പോലെയുള്ള എക്സ്പെൻസ് കുറയ്ക്കരുത്, അത് ആഡ് ചെയ്യുന്നത് വേണം. നമ്മളത് ബിഫോർ ടാക്സിൻ്റെ കൂടെ അത്തരം എക്സ്പെൻസ് കുറച്ചിട്ടാണ് നമുക്ക് കിട്ടുക പ്രോഫിറ്റ്. അറിയാലോ, അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന റേറ്റാണ്. അതുകൊണ്ട് അത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുക. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തരിക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആഫ്റ്റർ ഇൻട്രസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ആ എമൗണ്ട് കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് പ്രവർത്തിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം എടുക്കണം. അതിൽ നിന്ന് ഒരു എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കാൻ പാടില്ല, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ പാടില്ല. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൃത്യമായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അതുപോലെ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ സാധാരണ നമ്മൾ ചില സമയത്ത് കുട്ടികൾ ഡിബഞ്ചേഴ്സ് ഇട്ട് ലോങ് ടൈം ഫണ്ട് എടുക്കാൻ വിട്ടുപോകും. മനസ്സിലായി? സാധാരണ ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്ന പോലെ കാണിക്കുമ്പോൾ നമ്മൾ എടുക്കാറില്ല ചിലപ്പോൾ. അത്തരം കേസുകൾ കുട്ടികൾ സാധാരണ തെറ്റ് വരുത്തുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തത് നമ്മുടെ റിട്ടേൺ ഓൺ നെറ്റ് വർത്താണ്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഹോൾ ഇൻറ്റു 100 എന്നാണ് നമുക്ക് ഇക്വേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്താണെന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ബിഫോർ ടാക്സിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാവും? ഈ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ടാക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുള്ള എന്താണ്? ബിഫോർ ടാക്സ് തന്നിട്ടുള്ള എമൗണ്ടിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ചാൽ ആഫ്റ്റർ ടാക്സ് ആയി കേട്ടോ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയി. ദെൻ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ നെറ്റ് വർത്താണ്. നെറ്റ് വർത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്കിലും നമുക്ക് പറയാം ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഷെയർ ക്യാപിറ്റൽ എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമല്ല
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, പ്രിഫറൻസ് ഷെയർ ഇല്ല. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? റിസർവ്സ് ആൻഡ് സർപ്ലസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പറ്റാവുന്ന നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആണ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. PAT ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ള 4 ലക്ഷമാണ്. 4 lakh മൈനസ് 40% അല്ലേ, മൈനസ് 40% എന്നുള്ളത് മനസ്സിലാവാത്ത കേസ് വരുമോ? എത്ര വരിക? 0 0 0 16,000. ഇപ്പോൾ 10 പോയി കഴിഞ്ഞാൽ 4 ലക്ഷത്തിൽ നിന്ന് 390 16,000 അല്ലേ. $40,000 4 lakh. $1,60,000 പോയി കഴിഞ്ഞാൽ 1 lakh പോയി കഴിഞ്ഞാൽ 3 lakh, 2,40,000 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,40,000. ഇനി നെറ്റ് വർത്തിനെ പറയുന്ന മറ്റൊരു പേരാണ്, കുട്ടികളെല്ലാവരും അതുകൂടി പഠിച്ചു വയ്ക്കുക. നമുക്ക് വരുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ഏത് വേർഡാണ് ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് വർത്ത് ഓർ എന്താണ് എഴുതുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാമെങ്കിലും ഞാനൊന്ന് പറയുകയാണ്, ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ എടുക്കും കേട്ടോ. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്, ദ ഹോൾ എലിമെൻറ്റ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ മാത്രം, ഇക്വിറ്റി ഷെയർ മാത്രം എടുത്താൽ പോലെ പ്രിഫറൻസ് ഷെയർ കൂടി എടുക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 5 lakh ആണ്. 5 lakh പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട്, റിസർവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് 1,50,000, 1,50,000. അപ്പോൾ 5 3 6 650, 6,50,000 നമ്മുടെ നെറ്റ് വർത്ത്. ഇനി ഇക്വേഷനിലേക്ക് പോകാം. നമുക്ക് PAT നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 2,40,000 ഡിവൈഡഡ് ബൈ 6,50,000 ഹോൾ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, റിസൾട്ട് എത്രയാണ് വരിക? 36.92%. 36.92% ആണ് നമ്മുടെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് വർത്തിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏകദേശം 37% നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലേ. ഓണേഴ്സിൻ്റെ ഫണ്ടിൻ്റെ ഓണേഴ്സ് ഇക്വിറ്റി എന്നാണ് പറയുക. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങാത്ത ഫണ്ടാണ്. ഓണേഴ്സ് ഇക്വിറ്റിയുടെ 37% എന്താണ്? നെറ്റ് വർത്ത് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നു. അതാണ് ഇതിൻ്റെ മീനിങ്. കുട്ടികൾ മനസ്സിലാക്കുക. ഇവിടെ ആണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര ശതമാനമാണ്? 45.2% നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇക്വേഷൻസ് നമ്മൾ കുട്ടികളോട് പറയുന്നൊരു കാര്യം, ഫൈനൽ ഇയറിലാണ് ഇത് പഠിക്കാനുണ്ടായിരുന്നത്, 5ാമത്തെ സെമ്മിലാണ് കഴിഞ്ഞ വർഷം പഠിക്കാനുണ്ടായിരുന്നത്.
ആ സമയത്ത് കുട്ടികളോട് പറയുന്നത് ഈ റേഷ്യോസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ കുട്ടികൾക്ക് കൊടുക്കും. ആദ്യത്തെ റേഷ്യോ ഏതാണ് നമ്മൾ പറയില്ലേ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓൺ ദ ബേസ് ഓഫ് എന്താണ് ഇമ്പോർട്ടൻസ് ratios are divided into two, primary ratios, secondary ratios. On the basis of functions, ratios are divided to എന്താണ് profitability ratios അല്ലേ, then turnover ratios or solvency ratios, liquidity ratios. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ ഡിവിഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയണം, ആ ഡിവിഷൻ്റെ അടിയിൽ വരുന്ന റേഷ്യോസ് അറിയണം. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓരോ റേഷ്യോസും എന്താണെന്നും അത് തമ്മിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നും അത് കൃത്യമായിട്ട് കുട്ടികൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഒന്ന് ഞാൻ പറയട്ടെ, കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് പഠിക്കണം. രണ്ട്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു വിഷമം വരും കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിക്കേണ്ടാത്ത റേഷ്യോസ് മാറ്റി വയ്ക്കുക. എന്താ പഠിക്കേണ്ടാത്തത്? GP റേഷ്യോ പഠിക്കേണ്ട കാര്യമില്ല, NP റേഷ്യോ പഠിക്കേണ്ട കാര്യമില്ല. ബാക്കി രണ്ട് റേഷ്യോസും പഠിക്കേണ്ട കാര്യമില്ല, എങ്കിലും നമുക്കൊരു പ്രാവശ്യം വായിക്കെങ്കിലും ചെയ്യണം. GP റേഷ്യോ GP/sales × 100 പഠിക്കണോ? വേണ്ട. NP റേഷ്യോ NP/sales × 100 പഠിക്കണോ? വേണ്ട. അപ്പോൾ ഇത് രണ്ടും പഠിക്കേണ്ടാത്തതാണ്, പേരിൽ നിന്ന് തന്നെ അറിയാം. രണ്ട്, ഒരു പ്രാവശ്യം വായിച്ച് മാറ്റി വയ്ക്കേണ്ടത് ഈ രണ്ടെണ്ണം, ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും. ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ പറഞ്ഞെന്നുള്ളൂ. ആദ്യം പഠിച്ച റേഷ്യോസ് ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട, ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. എന്താണ് കറണ്ട് റേഷ്യോ? CA/CL കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഐഡിയൽ റേഷ്യോ 2:1 അല്ലേ, ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റു പേരെന്താ, ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ എന്താണ്, കറണ്ട് റേഷ്യോയിലെ ഒരു ടോപ്പിക്കാണ് ലിക്വിഡ് റേഷ്യോ, അതിന് പറയുന്ന മറ്റു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഇത് എങ്ങനെയാണ്, ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി തന്നെ രണ്ട് ഓതേഴ്സ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. ലിക്വിഡ് അസറ്റ് എങ്ങനെയാണ് കാണുക, കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ ലിക്വിഡ് അസറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോസ് എടുത്തിട്ട് പഠിക്കേണ്ടാത്ത മാറ്റി വയ്ക്കുക. ഒന്ന്, ഒരു പ്രാവശ്യം വായിച്ച് പഠിക്കേണ്ടത് മാറ്റി വയ്ക്കുക, ബാക്കിയുള്ളത് മാത്രം ഡീപ്പായിട്ട് പഠിച്ചാൽ മതി അല്ലേ. അതും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചാൽ ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. essays ഒക്കെ വരാൻ സാഹചര്യമുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ റേഷ്യോസ് റിലേറ്റഡ് വിത്ത് ഷെയർസ് ആൻഡ് ഷെയർ മാർക്കറ്റ് അല്ലേ. ഷെയർസുമായിട്ടും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. നമുക്കിതിൽ 7 റേഷ്യോസ് പഠിക്കാനുണ്ട്. 7 റേഷ്യോസിൽ 7ഉം പ്രധാനപ്പെട്ടതൊന്നല്ല, പക്ഷേ ഒരു 5 എണ്ണെങ്കിലും 4 എണ്ണമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ റിസ്ക് ഒന്നുമില്ലാതെ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യം 7ഉം ഒന്ന് വായിക്കാം. ഒന്ന്, EPS ഏർണിങ്സ് പെർ ഷെയർ. പേരിൽ തന്നെ വളരെ വ്യക്തമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. ഒരു ഷെയറിൻ്റെ വരുമാനം മനസ്സിലാക്കാവുന്ന റേഷ്യോനാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. 2, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അതായത് മാർക്കറ്റ് പ്രൈസും EPSും തമ്മിലുള്ള റിലേഷനാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. അതിലേക്ക് വരാം, ഡീപ്പായിട്ട് വരാം. ഞാൻ അതിൻ്റെ പോയിന്റ് പറഞ്ഞു പോകണമെന്നുള്ളൂ. കവറേജ് റേഷ്യോസ്, മൂന്നാമത്തെ പോയിന്റ്. നമ്മൾ ഓൾറെഡി കവറേജ് റേഷ്യോ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ കവറേജ് റേഷ്യോ കൂടെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കവറേജ് റേഷ്യോ ഓർമ്മയുണ്ടോ കുട്ടികൾക്ക്? നമ്മൾ കറണ്ട് റേഷ്യോ എടുത്തിട്ടുള്ള അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞാണ് കവറേജ് റേഷ്യോ. കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടം വാങ്ങിയെന്ന് വിചാരിക്കുക. കടം വാങ്ങിയിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ആദ്യത്തെ മാസം അല്ലെങ്കിൽ ആദ്യത്തെ കൊല്ലം തന്നെ വലിയ ഇൻട്രസ്റ്റ് വരും. ആദ്യമായിട്ട് നമ്മൾ ബിസിനസ്സിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കറക്റ്റ് ആവും, അല്ലെങ്കിൽ ജസ്റ്റ് ലോ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന വരുമാനം നമുക്കുണ്ടോ അത് മനസ്സിലാക്കുന്നതിനെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, പിന്നീട് നമുക്ക് പറയാം. 4, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ചെയ്യുന്ന റേഷ്യോ,
അതിൻ്റെ സിസ്റ്റം അറിയാൻ വേണ്ടിയിട്ട്. 5 ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ നേരത്തെ പറഞ്ഞല്ലോ, EPS പോലെ തന്നെ ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിന് കിട്ടുന്ന ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, റിക്കവറി ചെയ്യുന്ന റേഷ്യോ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും പഠിക്കണം. 7 ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്നുള്ള റേഷ്യോസാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് 7 റേഷ്യോസ് എടുത്ത് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ടൈപ്പ് റേഷ്യോസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് ലിവറേജ് റേഷ്യോസ്. ഇനി നമുക്ക് ഈ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ ഒന്നാമത്തെ റേഷ്യോ ആയിട്ടുള്ള ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് നോക്കാം. ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ നേരത്തെ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞതാണ്. ഏത് കേസിൽ നമ്മളിവിടെ ഈ റിട്ടേൺ ഓൺ എന്താണ് നമ്മളിവിടെ പറഞ്ഞില്ലേ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏർണിങ്സ് പെർ ഷെയർ പറഞ്ഞാണ്. എന്നാലും ഒന്നുകൂടി പറയാം. EPS ഈസ് ഈക്വൽ ടു, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതായത് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ എക്സ്പെൻസും കൊടുത്ത് തീർത്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ്. അപ്പോൾ അതിനെങ്ങനെയാണ് പറയുക, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, EAIT, ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കണം. അതുകൂടി കുറച്ചാലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവുക. ശരിയല്ലേ? ആ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ ഷെയറിനും കിട്ടുന്ന എന്ത് കിട്ടും, പ്രോഫിറ്റിൻ്റെ ഭാഗം കിട്ടും. ഓരോ ഷെയർസിനും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ എത്രയാണെന്നുള്ളത് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? ഒന്നുകൂടി പറയാം, ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ PAT അല്ലേ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് PATയിൽ നിന്ന് എന്ത് കുറയ്ക്കുക, ഡിവിഡൻഡ്. ആർക്കുള്ള ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കിട്ടും. കുറച്ചുകൂടി ഈസിയാണ്, അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത റേഷ്യോ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് PE റേഷ്യോ, ദാറ്റ് ഈസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാർക്കറ്റ് പ്രൈസ് ടു ദ ഏർണിങ്സ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസും EPSും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്തായിട്ട് പറയുന്നത്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. PE റേഷ്യോ ഓഫ് 20 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ 20 ടൈംസ് ഓഫ് ഇറ്റ്സ് EPS ഫോർ ഇറ്റ്സ് ഷെയർ ഇൻ ദ മാർക്കറ്റ്. അതായത് ഏർണിങ്സ് പെർ ഷെയറിന് ഇപ്പോൾ നമ്മൾ പറയില്ലേ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ 20 ആണെന്ന് വിചാരിക്കാം. പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 20 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ EPSൻ്റെ 20 ഇരട്ടി ഷെയറിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഏർണിങ്സ് പെർ ഷെയറിൻ്റെ 20 ഇരട്ടി ഷെയറിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതിൻ്റെ ഒരു ഷെയറിൻ്റെ വില ഫേസ് വാല്യൂ 1 രൂപയാണ്. മനസ്സിലായല്ലോ? ഇപ്പോഴത്തെ മാർക്കറ്റിൽ വില വളരെ കുറവാണ്, ബിലോ 10 ഒക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ബിലോ 10 ഒക്കെയാണ്. അപ്പോൾ ഇവിടെ അത് ബിലോ 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ഡിവിഡൻഡ് റേഷ്യോ EPS എന്ന് പറയുന്നതിൻ്റെ എന്നാലും അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയും, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് പ്രൈസും EPSും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇവിടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാവുന്ന ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. പ്രൈസ് ഏർണിംഗ് റേഷ്യോ 10 രൂപയാണെന്ന് വയ്ക്കുക, 10 ആണെന്ന് വയ്ക്കുക. രൂപയല്ല, പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമുക്ക് കിട്ടിയത് 10 ടൈംസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ EPS നമുക്ക് കിട്ടുന്നത് 1 രൂപയാണ്. അതിൻ്റെ 10 ഇരട്ടി, 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 രൂപ. 10 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ആ ഷെയറിന് വേണ്ടി മുടക്കാൻ നമ്മൾ തയ്യാറാണ്, അല്ലെങ്കിൽ എന്താണ്, ജനം തയ്യാറാണ്. അതിൻ്റെയാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. 3 കവറേജ് റേഷ്യോ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്, എങ്കിലും ഞാൻ പറയാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ്, കടമെടുത്തിട്ടുള്ളതിൻ്റെ, ലോൺ എടുത്തിട്ടുള്ളതിൻ്റെ, ഡിബഞ്ചർ വാങ്ങിയിട്ടുള്ളതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള റേഷ്യോനെയാണ് എന്തായിട്ട് പറയുന്നത്, കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, നമ്മുടെ പ്രോഫിറ്റിനുണ്ടോ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിനുണ്ടോ, ഇത് മനസ്സിലാക്കാനുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിവിഡൻഡ് കവർ നോക്കാം. പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് കവർ ഈസ് ഈക്വൽ ടു PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് ഈ സ്ഥാപനത്തിനുണ്ടോ,
രണ്ടാമത്തെ ഇക്വിറ്റി ഡിവിഡൻഡ് കവർ എന്താണ്? PAT മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ് കൊടുത്ത് തീർക്കാൻ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടിന് കപ്പാസിറ്റി ഉണ്ടോ? ഇത് മനസ്സിലാക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇക്വിറ്റി ഡിവിഡൻഡ് കവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത റേഷ്യോ, നാലാമത്തെ റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഇൻ റിലേഷൻ ടു ദ ടോട്ടൽ പ്രോഫിറ്റ്. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എത്ര ശതമാനം നമ്മൾ സാധാരണ ഡിവിഡൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ എല്ലാ കമ്പനികളും കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഡിവിഡൻ്റായിട്ട് കൊടുക്കില്ല. ഇപ്പം നമ്മൾ തന്നെ സാലറി കിട്ടുന്ന മുഴുവൻ ചിലവാക്കുമോ? ചിലവാക്കില്ല. ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വയ്ക്കണം, നീക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടായാൽ അതിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു എമൗണ്ട്, ചെറിയ എമൗണ്ട് നമ്മൾ റിസർവായിട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കമ്പനിയും അവരുടെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് എത്ര ശതമാനമാണ് ഡിവിഡൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഈ പെർസെൻറ്റേജ് അറിയാനുള്ള റേഷ്യോ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾ ഇൻറ്റു 100. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ എത്ര ശതമാനമാണ് നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നത്? ഇതറിയാനുള്ള റേഷ്യോനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 60% ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥം 100 രൂപ കിട്ടിയപ്പോൾ നമ്മൾ 60 രൂപ ഡിവിഡൻ്റായിട്ട് കൊടുത്തു. ബാക്കി 40 രൂപ നമ്മൾ റീറ്റെയിൻ ചെയ്തു, മാറ്റി വെച്ചു അല്ലേ? അപ്പോൾ റീറ്റെയിൻ റേഷ്യോ എത്രയാണ്? 40%. ഡിവിഡൻഡ് റേഷ്യോ 60% ആണെങ്കിൽ റീറ്റെയിൻ റേഷ്യോ എത്രയാണ്? 40%. 60%, 100 രൂപയിൽ 60 രൂപ നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുത്തു, 40 രൂപ നമ്മൾ റീറ്റെയിൻ ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട് റീറ്റൻഷൻ റേഷ്യോ. എന്താ റീറ്റൻഷൻ റേഷ്യോ? മാറ്റി വയ്ക്കുന്ന എമൗണ്ട് അറിയാനുള്ള റേഷ്യോനെയാണ് റീറ്റൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത 5 ഡിവിഡൻഡ് പെർ ഷെയർ. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഡിവിഡൻഡ് ഈസ് ഓൾവേസ് പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? മനസ്സിലായല്ലോ? അതായത് 30% കൊടുത്തതെങ്കിൽ അതിൻ്റെ അർത്ഥം 10 രൂപയുടെ ഷെയറിന് 30% എന്ന് പറയുമ്പോൾ 3 രൂപ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതറിയാനുള്ള റേഷ്യോ തന്നെയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, റേഷ്യോയിലേക്ക് വരാം. ഡിവിഡൻഡ് പെർ ഷെയർ ഓർ DPS ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 10,000 രൂപയാണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടോട്ടൽ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ DPS അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 10,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു, അല്ലെങ്കിൽ 1 lakh ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ കിട്ടും. അല്ലെങ്കിൽ എന്താണ്? 10,000 ഡിവൈഡ് ബൈ 1 lakh ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കിട്ടും കേട്ടോ. അടുത്തത് 6th പോയിൻറ്റ്, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഈൽഡ് റേഷ്യോ എന്ന് പറയുന്നത്, ഈൽഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളൊരു ബിസിനസ് നടത്തി 10,000 രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് നടത്തി. അതിൻ്റെ വരുമാനം നമ്മൾ നോക്കിയപ്പോൾ 10% ഉണ്ട് അല്ലേ? അതാണ് ഈൽഡ്, അതാണ് വരുമാന റേഷ്യോ അല്ലേ? അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടുന്നുണ്ട്, എത്ര ശതമാനം ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, അത് മനസ്സിലാക്കാനുള്ള റേഷ്യോ ആണ്. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു DPS. എന്താ DPS? ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഹോൾ ഇൻറ്റു 100. മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണ് നമുക്ക് DPS ആയിട്ട് കിട്ടുന്നത്? ഇതാണ് ഡിവിഡൻഡ് ഈൽഡ് ഷെയർ എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. 7th പോയിൻറ്റ്, ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് നിങ്ങൾ ചില കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ എന്താ പറയുക, എന്ത് മെത്തേഡാണ്? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരിട്ട് അതിലേക്ക് പോകാം. ബുക്ക് വാല്യൂ പെർ ഷെയർ ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെറ്റ് അസറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള നെറ്റ് അസറ്റ്സിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇതൊരു ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. അതിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അങ്ങനെ മിക്കവാറും ചോദിക്കുന്നൊരു ടൈപ്പല്ല. എങ്കിലും നെറ്റ് അസറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും നമുക്ക്. ഇനി നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക്
ഇല്ലസ്ട്രേഷൻ 18 ആണ്. പേജ് നമ്പർ 288 ഇല്ലസ്ട്രേഷൻ 18 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികളൊന്ന് ശ്രദ്ധിക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി കാൽക്കുലേറ്റ്, 4 പോയിൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇക്വിറ്റി ഡിവിഡൻഡ് കവർ. ഇക്വിറ്റി ഡിവിഡൻഡ് കവർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഡിവിഡൻഡ് എത്ര കിട്ടുന്നുണ്ട്. ബി പ്രിഫറൻസ് ഡിവിഡൻഡ് കവർ, അതും അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് EPS, ഏണിങ്സ് പെർ ഷെയർ. ഡി പ്രൈസ് ഏണിംഗ് റേഷ്യോ, PE റേഷ്യോ, പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഇത്രയാണ് 4 ക്വസ്റ്റ്യൻസ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 25,000 ഷെയർ 10 രൂപയിൽ, അപ്പോൾ തന്നെ എത്രയായി, 2.5 ലക്ഷം രൂപയായി. ദെൻ 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 8% പ്രിഫറൻസ് ഷെയർ 10 രൂപയിൽ, അപ്പോൾ 8% പ്രിഫറൻസ് ഷെയർസ് 10 രൂപയിൽ. എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ല, 10 രൂപ എന്ന് തന്നിട്ടുണ്ട്. ₹5 lakh, 5 ലക്ഷം രൂപ, അപ്പോൾ 50,000 ഷെയറാണുള്ളത്, മനസ്സിലാക്കാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ബിഫോർ PBT, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 4 lakh ആണ്. ടാക്സ് റേറ്റ് 40% ആണ്. ഇനി മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 100 രൂപയാണ്. ഇക്വിറ്റി ഡിവിഡൻഡ് 20% ആണ്. ഇക്വിറ്റി ഡിവിഡൻഡ് പറഞ്ഞിട്ടുള്ള 20% ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഡിവിഡൻഡ് കവർ എന്നുള്ളതാണ്. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻഡ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഡിവിഡൻഡ് കവർ ചെയ്യാവുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇക്വിറ്റി ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പ്രോഫിറ്റിനുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് ഡിസ്കഷനിലേക്ക് വരാം. ഇക്വിറ്റി ഡിവിഡൻഡ് കവർ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 2 ഐറ്റംസ് കുറയ്ക്കുക, ഒന്ന് ടാക്സും മറ്റൊന്ന് ഡിവിഡൻറ്റും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് അവൈലബിൾ ഓൺലി ടു ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് കിട്ടും. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും കുറയ്ക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ള, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുള്ളത് 4 lakh ആണ്. 4 lakh. ഈ 4 lakhൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സും കുറയ്ക്കണം, ഇതിനെന്താണ്, പ്രിഫറൻസ് ഡിവിഡൻറ്റും കുറയ്ക്കണം. പ്രിഫറൻസ് ഡിവിഡൻറ്റും കുറയ്ക്കണം, ടാക്സും കുറയ്ക്കണം, പ്രിഫറൻസ് ഡിവിഡൻറ്റും കുറയ്ക്കണം. ടാക്സ് എന്ന് പറയുന്നത് 40% ആണ്. 40% എത്ര എമൗണ്ടിൻ്റെ 40% ആണ്, പ്രോഫിറ്റിൻ്റെ തന്നെ 40% ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 4 lakhൻ്റെ 40% ആണ് ടാക്സ്. ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, പ്രിഫറൻസ് ഡിവിഡൻഡ് 8% പ്രിഫറൻസ് ഷെയർസ് ആണ്. അപ്പോൾ 5 lakhൻ്റെ 8%. അപ്പോൾ അവിടെ 4 lakhൻ്റെ 40% എന്ന് പറയുമ്പോൾ 1,60,000. ദെൻ 5 lakhൻ്റെ 8% എന്ന് പറയുമ്പോൾ 40,000. ദാറ്റ് ഈസ് 1,60,000 + 40, 2 lakhs. അപ്പോൾ ഇവിടെ 2 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ലക്ഷത്തിൽ നിന്ന് 1,60,000 40,000 കൂടി കുറച്ചാൽ എത്രയാണ്, 2 lakhs കുറയ്ക്കും. അപ്പോൾ 2 lakhs ആണ് നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. 2 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഇക്വിറ്റി ഡിവിഡൻഡാണ്. ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് എത്രയാണ്, 20% ആണ്. 20% ആണ് ഇക്വിറ്റി ഡിവിഡൻഡ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം, അതും ക്വസ്റ്റ്യനിൽ നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,50,000 ആണ്, 2.5 ലക്ഷം രൂപ, 2,50,000. അതിൻ്റെ 20% ആണ് ഇക്വിറ്റി ഡിവിഡൻഡ്. അപ്പോൾ 25,000 × 2 ദാറ്റ് ഈസ് 50,000. നമ്മുടെ ഡിവിഡൻഡ് 50,000 ആണ്. ദെൻ നമുക്ക് റേഷ്യോയിലേക്ക് പോവാം. ഇസ് ഈക്വൽ ടു എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് 2 lakh divided by 50,000.
5 4 പ്രാവശ്യം ഈക്വൽ ടു 4 ടൈംസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും പ്രിഫറൻസ് ഡിവിഡൻ്റൊക്കെ കഴിച്ചിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ഇക്വിറ്റി ഡിവിഡൻറ്റ് കൊടുക്കുന്നതിൻ്റെ 4 ഇരട്ടി നമ്മുടെ കൈവശമുണ്ട്. ഇക്വിറ്റി ഡിവിഡൻറ്റിൻ്റെ 4 ടൈംസ്, മനസ്സിലായല്ലോ? 4 ഇരട്ടി പൈസ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നിർബന്ധമായിട്ടും എന്തായാലും ഡിവിഡൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു പൊസിഷൻ കമ്പനിക്കുണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. 2, നമുക്കറിയാം പ്രിഫറൻസ് ഡിവിഡൻറ്റ് കവർ. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻറ്റ് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഡിവിഡൻറ്റ് കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ഉണ്ടോ? പ്രിഫറൻസ് ഡിവിഡൻറ്റ് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻറ്റ് കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻറ്റ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 1,60,000. പ്രോഫിറ്റ് എത്ര? അപ്പോൾ PAT ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈസ് ഈക്വൽ ടു 4 lakh മൈനസ് ടാക്സ് എത്രയാ? 1,60,000 ഈസ് ഈക്വൽ ടു 2,40,000. 4 lakh 1 lakh പോയാൽ 3 lakh, 3 lakh 60,000 പോയാൽ 2,40,000. ഇനി പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു 8% പ്രിഫറൻസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ടോട്ടൽ എമൗണ്ട് 5 lakh ആണ്. അപ്പോൾ 5 lakh ഇൻറ്റു 8/100 എത്ര വരും? 40,000. Therefore, preference dividend cover is equal to 2,40,000 divided by 40,000. അപ്പോൾ എത്രയാണ് വരിക? ഈക്വൽ നമുക്ക് കിട്ടുന്നത് 6 times 24. കുറച്ചുകൂടി ബെറ്ററാണ്. ആരുടെ അവസ്ഥ? ഈ പ്രിഫറൻസ് ഡിവിഡൻ്റെ അവസ്ഥ. എന്താ കാരണം വെച്ചാൽ 6 ഇരട്ടിയാണ്. 6 ഇരട്ടിയാണ്. നല്ല ഫിനാൻഷ്യൽ പൊസിഷനാണ്, നല്ല കണ്ടീഷനാണ്, കുഴപ്പമില്ല, അവർക്ക് നല്ല പൊസിഷനാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നിർബന്ധമായിട്ടും അവർക്ക് എന്ത് കിട്ടും? പ്രിഫറൻസ് ഡിവിഡൻറ്റ് നിർബന്ധമായിട്ടും കിട്ടും. അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ള EPS ആണ്, ഏർണിങ്സ് പെർ ഷെയർ. EPS ഈസ് ഈക്വൽ ടു വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. നേരത്തെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ട് ആണത്. ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. നമുക്ക് ഇങ്ങനെ പറയാം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 2 lakhs ആണ്. നേരത്തെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക. അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. പ്രോഫിറ്റ് 4 ലക്ഷം രൂപയാണ്. ടാക്സ് 1,60,000 അത് കഴിച്ചാൽ 2,40,000 കിട്ടും. ഇതിൽ 40,000 രൂപയാണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. അത് കുറച്ചാൽ നമുക്ക് 2 lakh ആണ് കിട്ടുക. അപ്പോൾ 2 lakhs ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 25,000 ആണ്. ഇവിടെ എത്രയാണ്? 25 എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം അല്ലേ? അപ്പോൾ 8 രൂപ, 8 rupees 8 per share. അപ്പോൾ ഒരു ഷെയറിന് 8 രൂപ വെച്ച് നമുക്ക് ഏണിങ്സ് പെർ ഷെയർ ആണ്. ഒരു ഷെയറിന് 8 രൂപ ഏണിങ്സ് ഉണ്ടാക്കുന്നു. ഈ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? പ്രൈസ് ഏണിംഗ് റേഷ്യോ ആണ്. പ്രൈസ് ഏണിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? പ്രൈസ് ഏണിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? മാർക്കറ്റ് പ്രൈസ്
മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ എന്താണ് EPS. മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ തന്നിട്ടുണ്ടാവും. എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് 100 രൂപയാണ്. EPS എത്രയാണ്? 8 രൂപയാണ്. ഈസിക്കൽ ടു എത്രയാണ് വരിക? ഈസിക്കൽ ടു 12.5 ടൈംസ്. നമ്മുടെ 12.5 ഇരട്ടി 12.5 ടൈംസ് ആണ് നമ്മുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. EPSൻ്റെ EPS 8 രൂപയാണ്, പക്ഷേ 100 രൂപയാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. ദാറ്റ് ഈസ് 12.5 ടൈംസ് അധികമാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് ഒരു ബെറ്റർ പൊസിഷനാണ് നമ്മുടെ കമ്പനിയുടെ. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുക. താങ്ക് യു.